ആ കണ്ണന്റെ കാറാണല്ലോ. എങ്ങോട്ട് തിരിഞ്ഞാലും ഇവിടെ ശല്യാണല്ലോ. മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വ്രതം കൊടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് അവള്. ഈ സാധനം തലയിൽ വെച്ചാലേ ഒരു പരിധി വരെ രക്ഷപ്പെടും. കുറച്ചു ദിവസമായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നില്ല എന്ന് പറഞ്ഞ് മഞ്ജു ഒരേ പരാതിയാ. ഇതെന്തായാലും അത് തീർക്കാൻ പറ്റിയ അവസരം. ഇവളിനെ കറക്കൊക്കെ കഴിഞ്ഞ് ഓഫീസിലൊക്കെ കയറിയിട്ട് വൈകുന്നേരമല്ലേ എത്തത്തുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് വെച്ച് പിടിക്കാം. കണ്ണനെ മുടിപ്പിക്കാനായിട്ട് ഇറങ്ങിയതായിരിക്കും നാശം. കണ്ണേട്ടാ, ഇതെങ്ങനെയുണ്ട്? തനിക്ക് ഇഷ്ടപ്പെട്ടാൻ എടുത്തോ. സമയം എടുത്ത് സെലക്ട് ചെയ്താൽ മതി. ഒന്ന് രണ്ടെണ്ണം കൂടി നോക്കാം. ഞാനെന്നല്ല, ആര് വന്ന് സ്വർണം വാങ്ങിയാലും ബില്ലിട്ടേക്കണം. ആർക്കും വെറുതെ സ്വർണം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് സാർ ഉണ്ണി സാർ വന്നപ്പോ ഞങ്ങൾ ക്യാഷ് ചോദിച്ചത്. അത് നന്നായി. നിങ്ങൾ വെറുതെ അവന് സ്വർണം കൊടുത്തെങ്കിൽ നിങ്ങളെ ഞാൻ പറഞ്ഞു വിട്ടാനെ. അനിയനും ചേട്ടനൊക്കെ വീട്ടില്, ബിസിനസ്സിലത് വേണ്ട. കണ്ണേട്ടാ, ഇതെങ്ങനെയുണ്ട്? എന്നോടാണോ ചോദിക്കുന്നത്? എനിക്ക് സ്വർണം വിൽക്കാനേ അറിയൂ, നോക്കി വാങ്ങാനൊന്നും അറിയില്ല. അങ്ങനെയൊന്നുമല്ല മാഡം, ഇക്കാര്യത്തിൽ സാറിനൊരു പ്രത്യേക കഴിവുണ്ട്. മാഡത്തിനാണോ സാർ ഇത് വാങ്ങുന്നത്? അതെ. അങ്ങനെങ്കിൽ ഇവരെല്ലാം സഹായിക്കും മാഡത്തിന് പറ്റിയ ഓർണമെന്റ്സ് എടുക്കാൻ. ഹേയ്, അതൊന്നും വേണ്ട. അയാൾക്ക് ഇഷ്ടപ്പെട്ടത് അയാൾ തന്നെ എടുത്തോട്ടെ. ശരി സാർ. കണ്ണേട്ടാ, ഇത് കൊള്ളാല്ലേ? എങ്ങനെയുണ്ട്? ആ, എന്നാ അത് പാക്ക് ചെയ്തോ. നമ്മുടെ ഏറ്റവും പുതിയ ഫാഷനാ മാഡം ഇപ്പൊ സെലക്ട് ചെയ്തത്. സ്വർണം അധികം ഉപയോഗിക്കാത്ത ആളാ, എങ്കിലും സെലക്ട് ചെയ്യാൻ നല്ല കഴിവാ. ഇതെടുത്തോളൂ. ശരി മാം. വാ. സാർ. അല്ല, അവൻ വന്നില്ലേ മേഘൻ? അയ്യോ, സാർ ഇങ്ങോട്ട് വരുന്ന സമയത്താ മേഘ സാർ അങ്ങോട്ട് പോയത്. ഓ, അവനിങ്ങനെ മുങ്ങി നടക്കുകയാണല്ലേ. ജ്വല്ലറിയുടെ ചീഫ് മാനേജറായിട്ട് അവനെ നിർത്തിയിരിക്കുന്നത് അവന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ജ്വല്ലറിയെ സേവിക്കാനല്ല. സാർ, ഇതിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം. സാർ, ഞാൻ അവനെ ഒന്ന് കാണട്ടെ, എന്നിട്ട് നേരിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞോളാം. ശരി. താമ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.